ഇന്നലെയാണ് കോഴിക്കോട് നഗരം നടുങ്ങിയ തീപിടുത്തം ഉണ്ടായത്. എന്തായാലും തീപിടുത്തത്തോടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അതിന്റെ നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ഇനി എന്തൊക്കെ അന്വേഷണങ്ങൾ വരാനിരിക്കുന്നു, എന്തൊക്കെ പരിശോധനകൾ നടക്കാനിരിക്കുന്നു, അങ്ങനെ തുടങ്ങി വാർത്തകളിൽ നിരവധി അപ്ഡേറ്റ്സുകൾ കൂടെ വരികയാണ്. പുതിയ സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. കെട്ടിടത്തിലെ കൂട്ടിച്ചേർക്കൽ അനുമതിയോടെയാണോ എന്നും പരിശോധിക്കും. വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തുകൊണ്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്നും മേയർ പറഞ്ഞു. രക്ഷാപ്രവർത്തനം വൈകിച്ചത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പോലീസ് തലത്തിലും അതുപോലെ തന്നെ അഗ്നിശമന രംഗത്തു നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ടേ കൃത്യമായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇതിൻ്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും. ഞങ്ങൾ വന്ന ശേഷം ഇങ്ങനെ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിക്കും. എല്ലാ ചെയർപേഴ്സൺസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അതിനുശേഷം അന്വേഷിച്ച ശേഷമേ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിക്കും. അല്ല, അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീഴ്ച ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ക്ലിയറിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്വേഷിക്കണമല്ലോ. നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം തേടുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം, ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ വൈകിക്കാനുള്ള കാരണം, ഒപ്പം തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം, അതിന് കോർപ്പറേഷന്റെ അനുമതിയുണ്ടോ, ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുമായാണ് ഇന്ന് മേയറെ നേരിട്ടതെങ്കിലും മേയർക്ക് കാര്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും ചോദ്യങ്ങളാണ് നിലവിൽ ബാക്കിയുള്ളത്. ഈ കാര്യത്തിൽ മേയറിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേയർ പറയുന്നത് തന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല, ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തും, അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ശക്തമായ നടപടി എടുക്കും എന്നുള്ളതാണ് മേയർ പറയുന്നത്. പക്ഷേ ഇത് എത്രത്തോളം തൃപ്തികരമാണ് എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയമുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു കെട്ടിടം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, അതിൽ പൂർണ്ണമായും നിയമം ലംഘിച്ചുകൊണ്ടാണ് അടച്ച് കെട്ടിയത്. അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു പ്രദേശം ഇന്നലെ ഇത് പൊളിച്ചതാണ്. അത് മുൻപ് അടച്ചു കെട്ടിയിരിക്കുന്ന ഒരു മേഖലയാണ്. ഇത് ശരിക്കും ഒരു കെട്ടിടത്തിന്റെ ഷേഡ് മാത്രമാണ്. അപ്പോൾ ഇതാണ് ഇത്തരത്തിൽ അടച്ചു കെട്ടിയ ഒരു ഗോഡൌൺ ആക്കി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, ഫയർഫോഴ്സിന് അകത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് പോയി. ഫയർഫോഴ്സിന് എവിടെ നിന്നും നേരിട്ട് ഒരു ഫയർ ഫൈറ്റ് നടത്താൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഒരു പക്ഷേ ഇവിടെയൊന്നും കെട്ടി അടച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഫയർഫോഴ്സിന് നേരിട്ട് തീ അണയ്ക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് സാധിക്കാതെ പോയത് ഇത്തരത്തിലുള്ള അനധികൃതമായ ഒരു നിർമ്മാണത്തെ തുടർന്നാണ്. ഈ കെട്ടിടം കോർപ്പറേഷന്റെ കീഴിലാണ്, ഒപ്പം നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമാണ്. അപ്പോൾ മേയർ തന്റെ ശ്രദ്ധയിൽ ഇത്തരത്തിലൊരു എണ്ണം പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഒട്ടും തൃപ്തികരമല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴല്ല പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് ആരോപണം ഉയരുന്നത്. ഇന്നലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവ ചേരും, അതിൽ ഒരു പരിശോധന നടത്തും, അന്ന് ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മേയർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് വീണ്ടും ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. മുൻപ് കോഴിക്കോട് മിഠായി തെരുവിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായ സമയത്ത് ഏറ്റവും മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നിർദ്ദേശം കെട്ടിടങ്ങൾ ഇങ്ങനെ കൊട്ടി അടയ്ക്കരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ ആ നിർദ്ദേശം പാഴ്വാക്കായി എന്നുള്ളതാണ് ഇന്നലെ ഉണ്ടായ ഒരു അപകടം വീണ്ടും നമുക്ക് നൽകുന്ന സൂചന. ഒരുപക്ഷെ നഗരത്തിൽ ഇനിയും ഇത്തരത്തിൽ നിരവധി കെട്ടിടങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഒരു പരിശോധനയിലേക്കൊക്കെ കാര്യങ്ങൾ പോയേക്കാം. പക്ഷേ അത് ഒരു അപകടം വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണം, അതായത് ഒരു പരിഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നടപടിക്ക് വേണ്ടി വലിയൊരു അപകടം വരാൻ കാത്തു നിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണം തീർച്ചയായും ശക്തമാണ്.